ആനുപാതികം ഒന്ന് പരിശോധിക്കാനുള്ള പഞ്ചായത്ത് തരാനുള്ള സാമാന്യ മര്യാദ വരെ ജില്ലാ ഭരണകൂടം കാണിച്ചിട്ടില്ല. ഇന്നലെ രാത്രി 8 മണിക്കൂർ പ്രത്യേകിച്ചിട്ട് പഞ്ചായത്ത് ഭരണസമിതിയിലുള്ളവർക്ക് ഇന്ന് കിട്ടുന്ന നേരം വെളുത്തിട്ടാ ഇതാരത് എന്തത് ഇന്നലെ 8 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു ഇതാണ് ഞങ്ങൾ പ്രസിദ്ധീകരണ ലിസ്റ്റ് തന്നിട്ട് ഒന്ന് പഞ്ചായത്ത് തന്നെ സാമാന്യ മര്യാദ ജില്ലാ ഭരണകൂടത്തിലുണ്ട്. ബന്ധപ്പെട്ടിട്ട് പിന്നെ ഈ ഉത്തരവ് നിങ്ങള് എല്ലാം ഇതിന് നിങ്ങൾ പഞ്ചായത്ത് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കൊടുത്തത് സബ് കളക്ടറിനാണ്. സബ് കളക്ടർ പ്രഖ്യാപിച്ച പ്രസിദ്ധീകരിച്ച ലിസ്റ്റിന്റെ ഈ ജെഡിനായാലും ആരായാലും നിങ്ങൾ മേപ്പാടി പഞ്ചായത്ത് കണ്ട പറഞ്ഞേക്കേണ്ടത് ഇതിന്റെ ഏത് അപാകത വരെയൊക്കെയാണ് ജില്ലക്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള അനുവാദം എന്താ പഞ്ചായത്തിന് ജില്ലാ ഭരണകൂടം തരാത്തത്? ഞങ്ങൾ വളരെ കൃത്യമായിട്ട് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് 50 മീറ്റർ നിങ്ങൾ ആരും തരാതെ നിങ്ങൾ ജില്ലാ ഭരണകൂടം ഇന്ന് വരെ ഇതിന്റെ സേഫ് സോൺ ഏതാണ് അൺസേഫ് ഏതാണെന്ന് ഇതുവരെ പ്രസിദ്ധീകരിച്ചില്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ വീടുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക? പുഞ്ചിരിമഠത്തേക്ക് പോവാന് ആധാർ കാർഡും അടിയാധാറും കാണിച്ചു വേണം തദ്ദേശങ്ങൾക്ക് പോകണമെങ്കിൽ. അവിടെ കറണ്ടില്ല, വെള്ളമില്ല. ഞങ്ങൾ അന്നും പറഞ്ഞല്ലോ 1ാം ഘട്ടമായിട്ട് പുനരധിവസിക്കേണ്ടത് ഇവിടെ പൂർണ്ണമായിട്ട് പുനരധിവസിക്കുന്നത്. അതിന് ഫേസ് 1 ഫേസ് 2 വെച്ചാൽ പുഞ്ചിരിമഠം അതുപോലെ ഇതിന്റെ ബാക്കിയുള്ള ആളുകൾ എവിടെ പോയിട്ട് നിൽക്കുക? അപ്പൊ ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് സാമാന്യ മര്യാദക്ക് പഞ്ചായത്തിൽ വരാൻ ലിസ്റ്റ് ഈ കറണ്ട് ലിസ്റ്റ് ഇന്നലെ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയത്തില്ല ഡബിൾ എൻട്രി വന്നിക്കണോ ഇല്ല എന്നുള്ളത്. ഇത് ആരുണ്ടാക്കിയ ലിസ്റ്റ്? ഏത് ലിസ്റ്റ് മാനദണ്ഡത്തിന്? ഇത് നിങ്ങൾ പറഞ്ഞില്ലേ ഇതാ പഞ്ചായത്ത് കൊടുത്ത ലിസ്റ്റാണ്. 50 മീറ്റർ അളവില് സർവകക്ഷി യോഗം അംഗീകരിച്ച ലിസ്റ്റ്. ആ ലിസ്റ്റിന്റെ കരട് ഇതാക്കി നിങ്ങൾക്ക് പഞ്ചായത്തിൽ അവിടെ തന്നതിന്റെ കരട് ഇതാക്കണം. ഇവിടെ ഈ ലിസ്റ്റിൽ നിന്നാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് ഇവരോട് പറയുമ്പോ പഞ്ചായത്ത് എന്ന ലിസ്റ്റ് പറഞ്ഞിട്ട് പഞ്ചായത്തിന്റെ തലമത്തിൽ ഇത് എവിടെ വെച്ചാണ് ആരാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിക്കണെന്ന് ഒരു വാർഡ് മാത്രമാണ് 70 ഡബിൾ എൻട്രി വന്നത്. പ്രാഥമിക അന്വേഷണത്തിന് മുണ്ടക്കായ്ക്കാർ പൂർണ്ണമായി നോക്കിയപ്പോ 65 മുതൽ 70 വരെ ഡബിൾ എൻട്രി. 10ാം വാർഡ് ഇന്ന് മെമ്പർ 8 വാർഡ് 12ാം വാർഡ് പൂർണ്ണമായി നോക്കി കണ്ടില്ല. പിന്നെ അതിന്റെ അപ്പുറത്ത് ഒരു